വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ ലോഡ് ചെയ്ത കൺസേർട്ടിൽ, ഇതൊരു കൺസേർട്ടാണ്, ഈ കൺസേർട്ടിൽ എങ്ങനെയാണ് സ്വാമിൻ്റെ ബണ്ടിൽസ് ഓപ്പൺ ആക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്വാം നിലവിൽ സ്വാം ഇതാ കിടപ്പുണ്ട്. സ്വാം വയലിൻ കണ്ടോ, എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. പലരുടെയും ചിന്ത അയ്യോ എന്തോ ഇത് കേൾക്കുന്നില്ല, ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. അല്ല, ഒരിക്കലുമല്ല. സ്വാം കേൾക്കുന്നത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാം ഓപ്പണായി വരും. അതാണ് സ്വാം വയലിൻ. കേൾക്കുന്നത് എക്സ്പ്രഷൻ കൊണ്ടാണ്. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കീബോർഡിൽ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ കീബോർഡിൻ്റെ നമ്മുടെ കീബോർഡിൻ്റെ മോഡുലേഷനാണ് സിങ്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത് യമഹയുടെ മോക്സ് എന്ന കീബോർഡ്. അപ്പോൾ ഈ മോഡുലേഷൻ അനക്കുന്നതനുസരിച്ചാണ് അവിടെ ടോൺ വരുന്നത്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത്. നിലവിൽ എൻ്റെ കീബോർഡ് ഓഫായിരുന്നു, ഇതിപ്പോൾ ഓണായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. കീബോർഡ് വായിക്കുന്നതനുസരിച്ച് അവിടെ കട്ട ഇറങ്ങുന്നുണ്ട്, കോഡ്സ് കാണിക്കും. കണ്ടോ, കോഡ്സ് കാണിക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ടോൺ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ താഴെ സെലക്ട് ചെയ്ത് സ്വാം വയലിനാക്കുന്നു. കേൾക്കുന്നില്ല. ലെഫ്റ്റ് കൈ കേൾക്കുന്നു, പക്ഷെ ടോൺ കേൾക്കുന്നില്ല. വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഈ മോഡുലേഷൻ ഒന്ന് പയ്യെ മുൻപോട്ടാക്കുക, എൻ്റെ വായിക്കുക. സ്വാമിൻ്റെ എല്ലാം കേൾക്കുന്ന അങ്ങനെയാണ്. സ്വാം സ്റ്റാക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ഇങ്ങനെ വരും, സിസ്റ്റം ഓവർലോഡ്. ഒരു കാരണവശാലും പേടിക്കേണ്ട, സിസ്റ്റം ഓവർലോഡ് ആവുന്നതല്ല. കാരണം അതിൻ്റെ മോഡുലേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ കൊടുക്കുക, മോഡുലേഷൻ ഒന്ന് അനക്കി മുന്നോട്ടാക്കുക. ഇതൊരു പരിപാടി തുടങ്ങുന്നതിന് നമ്മൾ വായിക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം സ്വാം ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിക് വയലിൽ നിന്നൊരു ടോൺ ഉണ്ട്, അതിനും ഇതേ കുഴപ്പങ്ങളുണ്ട്. കുഴപ്പമില്ല, അതിൻ്റെ ഫീച്ചറാണ്. കാരണം നമുക്ക് ആ ലൈവ് ടോൺ കൊണ്ടുവരാനുള്ള ഫീലാണ്. അതിനുശേഷം വായിക്കേണ്ടത് പെർഫോം മോഡിലുണ്ട്. പെർഫോം മോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വലുതായി ഇങ്ങനെ ഒന്ന് നടക്കും. അപ്പോൾ നമുക്ക് ഓരോ ടോൺ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാം. കോണ്ടാക്ട് ആയിക്കോട്ടെ. അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഫ്ലൂട്ട് കൊണ്ടുവരാം. ഇനി വേണ്ട, വീണ വേണമെന്നിരിക്കട്ടെ, അല്ല ബേസ് ഫ്ലൂട്ട് ആയിക്കോട്ടെ, മാൻഡലിനായിക്കോട്ടെ. ഇത് കണ്ടന്റ് ഡൗൺലോഡ് ആകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോപ്പ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വീണ എടുക്കാം. ഇതാണ് മെയിൻ സ്റ്റേജിന്റെ പരിപാടി.